ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയറും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെൽഫ് ഗ്രൂമിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് വീടൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. മോപ്പിംഗ് ചെയ്യുന്നത് സാധാരണ ബുധനാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമി 8:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ വിടണം. അതിന് മുന്നേ തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കോലം കൂടി വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, ഇതുപോലെ കോലത്തിൻ്റെ ഡിസൈനും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു. അപ്പം എനിക്ക് തീരെ അറിയത്തില്ല വരയ്ക്കാനൊന്നും. അപ്പോൾ എനിക്ക് അറിയാവുന്നുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ കോലം വരയ്ക്കുന്നതിന് കുറേ ശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ദിവസം ഏത് കോലം വരയ്ക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്നുള്ള ഏതെങ്കിലുമൊക്കെ ഡിസൈനാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് ആധികാരികമായിട്ടൊന്നും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഉരുളിയിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിളക്കൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. സാധാരണ ഞാനിങ്ങനെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ, അതായത് മോപ്പിംഗ് ചെയ്യുന്ന ദിവസങ്ങളിൽ വിളക്കും കൂടി കഴുകാറുണ്ട് കേട്ടോ. വലിയതായിട്ട് അഴുക്ക് പിടിക്കാറില്ല നമ്മുടെ വിളക്കിൽ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, വിമ്മിൻ്റെ തന്നെ ശുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാസ് ക്ലീനിങ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. നമ്മുടെ ഒരു വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ വിളക്കിൽ അഴുക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാൻ ഈ കാണിച്ചില്ലേ, ഈ ഒരു ടവല് ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വിളക്കൊക്കെ തുടയ്ക്കുന്നത്. പിന്നെ വിളക്കൊക്കെ ഇന്ന് കൊളുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഒന്ന് നെയ്വിളക്കും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നെയ്വിളക്ക് വെക്കുന്നത്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് വിളക്ക് വെച്ചു. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ദശാങ്കമൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിനുള്ളിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ആമിയെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് രാവിലെ അവളെ റെഡിയാക്കുന്നത്, യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ. പിന്നെ ഷൂസും സോക്സൊക്കെ ഹസ്ബൻഡ് അവളെ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവൾക്കുള്ള ടിഫിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കഴിച്ചോളും തനിയെ ഇരുന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുത്തിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടും. ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് വിടാനായിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വന്നിട്ട് നാമം ജപിക്കുന്നുണ്ട്. അപ്പോൾ ലളിതാ സഹസ്രനാമം ഞാൻ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ജപിക്കാനായിട്ട് തുടങ്ങിയത്. അതെന്തോ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം എനിക്കിത് വായിക്കണം, എനിക്കിത് മന്ത്രം പഠിക്കണം എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് ഉള്ളിലൊരിത് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ ബുക്ക് ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ബുക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അമ്മ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കത്തിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ നല്ല പ്രാക്ടീസായി വരുമ്പോഴത്തേക്കും ആ ഒരു അക്ഷരത്തെറ്റൊക്കെ വരാതെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് നമുക്ക് ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത്. എനിക്കെന്തോ പെട്ടെന്ന് ഇങ്ങനെ നാമം ജപിക്കണമെന്ന് തോന്നി. അതിന് വേറെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതുപോലെ വിളക്ക് വയ്ക്കുന്നത് ഞാനാണ് വീട്ടിൽ. എന്നിട്ട് നാമം ജപിക്കാനായിട്ട് അമ്മ വീട്ടിൽ ഇതുപോലെ നാമജപത്തിൻ്റെ ബുക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ ആയതിനു ശേഷം പിന്നെ അതങ്ങോട്ട് നിർത്തി. പിന്നെ അതൊന്നും ചെയ്യാതെയായി. പിന്നെ അതിലുള്ളൊരു ഇൻട്രസ്റ്റ് പോയി. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇടയ്ക്കായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് എനിക്കൊരു ഇത് തോന്നിയായിരുന്നു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു മന്ത്രം വായിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിന് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം മെയിനായിട്ട് നമ്മൾ നാമം ജപിക്കുന്നത് തന്നെ
നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാനിത് പണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, ചെറിയ വയസ്സിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസപ്രകാരം ഏത് മതസ്ഥരാണെങ്കിലും കുറച്ച് നേരം നമ്മുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കോൺസെൻട്രേഷനോട് കൂടിയാണ് നമ്മൾ ഈ ഓരോ മന്ത്രവും ജപിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇത് താല്പര്യം ഉണ്ടായെന്ന് വരത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ, ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഡയറിയിൽ നമ്മുടെ ജേണൽ എഴുതുന്നുണ്ട്. സാധാരണ ഞാൻ കിടക്കുന്ന സമയത്താണ് എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഷബാന മാഹിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പുള്ളിക്കാരി ഇതുപോലെ ജേണൽ എഴുതാനായിട്ട് തുടങ്ങി, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തോന്നി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ജേണൽ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. തുടക്കത്തിലുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമായിരിക്കുള്ളൂ. പിന്നീട് നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാതിരിക്കുമ്പോഴായിരിക്കും എന്തോ ഒരു ഇത് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് നെയിൽ പോളിഷൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇടാമെന്ന് കരുതി കേട്ടോ. കുറേ ദിവസമായി നെയിൽ പോളിഷ് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ കൈകൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും നെയിൽ പോളിഷ് തന്നെ ഇടണമെന്നൊന്നും ഇല്ല. മുന്നേ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെയിൽ പോളിഷ് തന്നെ ഇടണമെന്നില്ല, വൃത്തിയായിട്ട് നഖങ്ങൾ സൂക്ഷിച്ചാൽ മതിയെന്ന്. അത് ശരിയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലേ നെയിൽ പോളിഷ് വേണം. ചില സമയത്ത് എനിക്ക് നെയിൽ പോളിഷ് ഇടണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് കളയും. ചിലപ്പോൾ ഇങ്ങനെ ഇടാനായിട്ട് തോന്നും. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് പെട്ടെന്ന് നെയിൽ പോളിഷ് ഇടണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ, അതായത് നമ്മുടെ ഒരു ഗ്രൂമിങ്ങിൻ്റെ ഒരു സംഭവം നോക്കാൻ ചെറിയ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഹിമാലയയുടെ വെറ്റ് വൈപ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഖത്ത് അങ്ങനെ ഫേസ് വാഷോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് പിമ്പിൾസ് വരുന്നതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വൈപ്സ് വെച്ചിട്ട് ഫേസ് അപ്പോൾ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോഴത്തേക്ക് എൻ്റെ ബാഗിൽ ഇതുപോലെ ഒരു വൈപ്സിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും. ആമിക്കും ഞാൻ ഒരെണ്ണം ബേബി വൈപ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഇതുപോലെ ഒന്ന് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. മാക്സിമം ഞാൻ പുറത്ത് പോയി ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ. 6 മാസത്തിൽ ഒരിക്കൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യും. ഇത്തവണ ഞാൻ ഡിസംബർ മാസം ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഐബ്രോ ചെയ്തായിരുന്നു. പക്ഷെ അവർ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ട് എടുത്തതുകൊണ്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് വളരാനായിട്ട് കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അത് ചെയ്തു. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർമസിയുടെ ഒരു ബ്ലേഡാണ്. ഞാൻ ഇതിന് മുന്നേയും നമ്മുടെ ചാനലിൽ ഒരു 5 മാസം മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു കാർമസിയുടെ ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഫേസിൽ എനിക്ക് അപ്പർ ലിപ്പ് ഹെയർ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് എടുത്ത് കളയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് തോന്നുമെന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും എനിക്ക് തന്നെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഇതിന് നല്ലൊരു റിവ്യൂ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് മേടിക്കണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഇതിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാലിലോ കയ്യിലോ കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം ഹെയർ. എന്നിട്ട് നിങ്ങൾക്ക് റാഷസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൽ യൂസ് ചെയ്താൽ മതി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്രീമും കൂടി കിട്ടുന്നുണ്ട്.
അപ്പോൾ അത് നീമും അലോവേറയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അപ്പോൾ പ്രീ ഷേവിങ്ങിനും പോസ്റ്റ് ഷേവിങ്ങിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ക്രീം പുരട്ടുക, അതിനുശേഷം ഇതുപോലെ ഡൗൺവേർഡ് മോഷനിലാണ് നമ്മളിത് റിമൂവ് ചെയ്തെടുക്കേണ്ടത്. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് എനിക്ക് സ്പീഡ് കിട്ടി തുടങ്ങി. പിന്നെ ഒരുപാട് സ്പീഡിൽ അങ്ങനെ നമ്മളങ്ങോട്ട് അമർത്തിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് ഒരു സിക്സാഗ് മോഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹെയർ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർമസിയുടെ ബ്ലേഡ് സുഖമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ഷുവറായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം ബ്ലേഡ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങിയിട്ട് മാത്രമേ ഈ പാക്കറ്റിലേക്ക് വെക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ടവലിൽ തുടച്ചെടുക്കുകയും വേണം. 3 ഉള്ളൊരു പാക്കറ്റാണ് എടുത്തത്. അന്ന് അത് മേടിച്ചപ്പോഴത്തേക്കും 150 റുപ്പീസോ മറ്റായിരുന്നു. റേറ്റ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് 5 മാസത്തോളമായി. ഞാൻ ഓരോ ബ്ലേഡായിട്ട് മാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒരു പുതിയൊരു പാക്കറ്റും കൂടി മേടിക്കണം. ഞാനിത് എപ്പോഴും ഇങ്ങനെ ഷേവിങ് ചെയ്യാറില്ല. ഇതുപോലെ പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മളിത് ചെയ്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു ഡേ ആകുമ്പോഴത്തേക്കും നല്ല ഗ്ലോ ആയിരിക്കും സ്കിന്നിന്. പിന്നെ എപ്പോഴും ഇതുപോലെ നമ്മൾ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ആ മേക്കപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവും. മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇനി ഒരു പക്ഷേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഫേസിന് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്ന പോലെ തോന്നും. ഞാൻ പറഞ്ഞില്ലേ, പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഇറിറ്റേഷനൊന്നും പൊതുവേ ആളുകളിൽ കണ്ടുവരുന്നില്ല എന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അപ്പർ ലിപ്പിലും താടിയുടെ പോർഷനിലും അതുപോലെ തന്നെ മേലെ നെറ്റിയുടെ പോർഷനിലാണ് എടുക്കുന്നത്. ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുരികത്തിൻ്റെ അടിഭാഗത്തുള്ള ഹെയർ ത്രെഡ് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യും. മേൽ പോർഷനിൽ ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് ഡൗൺവേർഡ് മോഷനിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മുഖം ഒന്ന് കഴുകുന്നെങ്കിൽ കഴുകിയിട്ട് ആ ക്രീമും കൂടി ഇട്ട് വെച്ചിരുന്നാൽ മതി. കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് സെറ്റാവും. പിന്നെ ഞാൻ ഇതിനിടയിൽ തന്നെ തുണിയൊക്കെ വിരിച്ചിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തൈര് സാദം കഴിക്കണമെന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്ക് രാവിലെ ഞാൻ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് രസവും പൊട്ടറ്റോ ഫ്രൈയും മുട്ട വറുത്തതാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മേലെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് ഇങ്ങനെ തൈര് ഇരിപ്പുണ്ടായിരുന്നു, തൈര് സാദം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റൻ്റായിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന തൈര് സാദമാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വീട്ടിലില്ല, ഓഫീസിൽ പോയേക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ചോറെടുത്ത് തൈരിൽ മിക്സ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തൈര് സാദമാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ പഴയൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് തൈര് സാദം ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ രാവിലെ നമ്മുടെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന കണക്കിന് പാകത്തിനാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം കൈകൊണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൈകൊണ്ട് ചോറ് മിക്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലയെന്നുണ്ടെങ്കിൽ തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം പാകത്തിന് തൈര്, കുറച്ചധികം തൈരിനെ പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതവിടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് താളിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ചമുളകും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും പിന്നെ കടുകും കൂടി ഇട്ട് നന്നായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് റിഫൈൻഡ് ഓയിലാണ്, ഏതെങ്കിലും ഒരു ഓയിലിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. കടുകും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു.
അങ്ങനെ ഞാൻ ചോറിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ തൈര് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ്. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കണ്ടിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ പൊന്നി റൈസിൽ വേവിച്ചിട്ടുള്ള അരിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലെ റൈസിൽ ചെയ്താൽ ശരിയാകത്തില്ല. ചോറ് നന്നായിട്ട് വേവിച്ചെടുത്ത് ഇതുപോലെ തണുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് തൈര് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ താളിപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ തൈര് സാധനം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊട്ടറ്റോ ഫ്രൈയും മാങ്ങ അച്ചാറുമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഈ വെയിൽ സമയത്ത് നമ്മുടെ ആ ഒരു ക്ഷീണമൊക്കെ അകലാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ, ശരീരത്തിന് നല്ല തണുപ്പാണ്. തൈരല്ലേ ഇത് ഫുള്ള്. പിന്നെ ഈസിയാണ്, നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ആ ഒരു താളിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള മാങ്ങ അച്ചാറാണത്. പിന്നെ പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടില്ല, ഉച്ചയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. പുള്ളി ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്നോട് കഴിക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാൾ കൂടെ വേണം. എപ്പോഴും ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഹസ്ബൻഡ് നൈറ്റ് ആയതുകൊണ്ട് ഉച്ച സമയത്ത് ഹസ്ബൻഡ് കാണും, നൈറ്റിൽ ആമിയും കൂടി കാണും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ വന്നിട്ട് TV ഓൺ ചെയ്ത് വെച്ചിട്ട് പഴയ ഒരു മൂവി ഏതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് TV ഓൺ ചെയ്ത് വെച്ചതാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ TV ഓഫ് ചെയ്ത കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് മാതളം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മാതളം കൂടി ഇടുമ്പോഴത്തേക്കാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പോമഗ്രാനൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഹസ്ബൻഡിനും കൊടുത്തു. പോമഗ്രാനൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.